രാഹുൽ ഗാന്ധി ജൻസിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയായിരുന്നു. കാരണം മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ച പോലെ, നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലൊക്കെ സംഭവിച്ച പോലെ ജൻസി ഇന്ത്യയുടെ തെരുവിലൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെയുള്ള ആഹ്വാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പലപ്പോഴും വോട്ട് ചോറി പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് ജൻസിയെ ഇങ്ങനെ റെഫർ ചെയ്യുമായിരുന്നു. എന്തായാലും ഇന്ത്യയിലെ ജൻസി നരേന്ദ്രമോദിക്കൊപ്പം ദേശീയതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുഭൂരിപക്ഷവും വരുന്ന ചെറുപ്പക്കാർ BJPയുടെയും ദേശീയ അജണ്ടകളുടെയും പിന്നിലാണ് നിൽക്കുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കണ്ടിരിക്കുന്നത്. യങ് വോട്ടേഴ്സിൻ്റെ വലിയൊരു പിന്തുണയോടുകൂടി തന്നെയാണ് BJP JDU സർക്കാർ ബീഹാറിൽ ജയിച്ചിരിക്കുന്നത്. അതിലേറ്റവും തിളക്കം എന്നൊക്കെ പറയുന്നത് മൈഥിലി താക്കൂർ എന്ന് പറയുന്ന സുപ്രസിദ്ധ ഗായികയുടെ വിജയമാണ്. അലിനഗറിൽ ഗംഭീര വിജയമാണ്. വെറും 25 വയസ്സ് മാത്രമുള്ള ആ ഒരു പെൺകുട്ടി സ്വന്തമാക്കിയത്. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെറ്ററൻ പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറയുന്ന വിനോദ് മിശ്ര RJDയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ 11,000-ലധികം വോട്ടുകൾക്കാണ് മൈഥിലി താക്കൂർ പരാജയപ്പെടുത്തിയത്. കന്നി അംഗത്തിൽ തന്നെ തിളക്കമാർന്ന വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ജൻസിയുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്.